ബീറ്റ്റൂട്ട് ഹലുവയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ തൊലിയെല്ലാം ചെത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞത് നമുക്കിതേപോലെ ഒരു ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഇത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇതൊന്നൊരല്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പിടിക്കട്ടെ. കടായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഹലുവ ഉണ്ടാക്കുന്നതിന് ഒത്തിരി ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറേ സമയം ഇതിട്ട് ഇളക്കണം. ആ ഇളക്കിലാണ് ഇതിൻ്റെ ഒരു കൂട്ടം തോന്നുന്നത്. അപ്പം നമുക്കും ആ ഇളക്കം കൊണ്ട് തുടങ്ങാം. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചതിൻ്റെ ബാക്കി തേങ്ങാപ്പാൽ ഒരല്പം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമുക്കിന്ന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യുടെ ആവശ്യമുണ്ട്. ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഏലക്കപ്പൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. കുറേ സമയമായി നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നെയ്യ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുത്തോണം. ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പം നമ്മുടെ ഹലുവയുടെ ലാസ്റ്റ് ഭാഗം കേട്ടോ. ഇതേപോലെ 1 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ള്. ഇനി നമുക്ക് അടുപ്പങ്ങ് നിർത്താം. നമ്മുടെ ബീറ്റ്റൂട്ട് ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് ഷേപ്പാക്കി വെക്കുക. ശകലം നേരം ബെരക്കെട്ടാലിനാണ് നല്ല അടിപൊളിയായിട്ട് ബീറ്റ്റൂട്ട് ഹലുവ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം.